പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ദീപ്തിയും വരുണും തമ്മിലുള്ള അടുപ്പം നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആരും കാണാതെ പാർക്കിലും ബീച്ചിലും അവർ കണ്ടുമുട്ടുന്നതും മണിക്കൂറുകളോളം സംസാരിക്കുന്നതും പതിവായി. എന്നാൽ ഈ ബന്ധം ദീപ്തിയുടെ വീട്ടുകാർ, പ്രത്യേകിച്ച് വേദയിൽ ഉണ്ടാക്കിയ ആശങ്ക ചെറുതൊന്നുമായിരുന്നില്ല. വരുൺ എന്ന വ്യക്തിയുടെ ഭൂതകാലം അത്ര ശുഭകരമായിരുന്നില്ല. വാസവന്റെ മകൻ എന്നതിലുപരി പല പെൺകുട്ടികളുടെയും ജീവിതം അവൻ നശിപ്പിച്ച വിക്രമിനോടും വേദയോടും പക വെച്ചു പുലർത്തുന്ന ഒരു വ്യക്തിയാണ് വരുണിനെ എല്ലാവരും കണ്ടിരുന്നത്. എന്നാൽ ദീപ്തിയുടെ കണ്ണിൽ വരുൺ അതായിരുന്നില്ല. ആത്മഹത്യയുടെ വക്കിൽ താൻ കൈപ്പിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന തൻ്റെ സ്നേഹം കൊണ്ട് പുതിയ മനുഷ്യനാക്കി മാറിയ ഒരാളായിരുന്നു അവൾക്ക് വരുൺ. വരുണിനോട് ദീപ്തിക്ക് തോന്നിയ അടുപ്പം വെറും ഒരു പകപോക്കായിരുന്നില്ല, മറിച്ച് തൻ്റെ ജീവിതം തിരികെ നൽകിയവനോടുള്ള കടപ്പാടും സ്നേഹവുമായിരുന്നു. പക്ഷേ ഈ സത്യം മറ്റുള്ളവർക്കൊന്നും അറിയില്ലല്ലോ. വേദ വിശ്വസിച്ചിരിക്കുന്നത് വരുൺ തൻ്റെ കുടുംബത്തോടുള്ള പക തീർക്കാൻ ദീപ്തിയെ ആയുധമാക്കിയിരിക്കുകയാണ് എന്നാണ്. ഈ ചിന്ത വേദയെ വല്ലാതെ അലട്ടി. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് തോന്നിയപ്പോൾ ശ്രീജയും വിശ്വനും ഇതിൽ ഇടപെടാൻ തന്നെ തീരുമാനിച്ചു. വേദയുടെ വിഷമം അവർക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ലായിരുന്നു. വേദയുടെ അനുജത്തി അവർക്ക് സ്വന്തം അനുജത്തിയെ പോലെയാണ്. അതുകൊണ്ട് തന്നെ ദീപ്തിയെ നേരിൽ കണ്ട് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താൻ അവർ തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം ദീപ്തി വരുന്ന വഴിയിൽ വെച്ച് ശ്രീജയും വിശ്വനും അവളെ തടഞ്ഞു നിർത്തി. ദീപ്തിക്ക് അതൊട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. മുഖം കറുപ്പിച്ചുകൊണ്ട് തന്നെ അവൾ നിന്നു. ശ്രീജ സാവധാനം തന്നെ ദീപ്തിയോട് സംസാരിച്ചു തുടങ്ങി. മോളെ ദീപ്തി, ഞങ്ങൾക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നീയും വരുണും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞു. ഞാൻ തന്നെ നിങ്ങൾ രണ്ടുപേരെയും ഒന്നിച്ച് കണ്ടിട്ടുണ്ട്. അത് വേദയോട് പറഞ്ഞതും ഞാൻ തന്നെയാണ്. മോളെ, നിനക്ക് അവനെക്കുറിച്ചിട്ട് ശരിയായിട്ടൊന്നും അറിയില്ല. അത് ശരിയായൊരു ബന്ധമല്ല മോളെ. എന്തെങ്കിലും അരുന്നാത്ത ബന്ധം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് തന്നെ നിർത്തുന്നതാണ് നല്ലത്. ശ്രീജയുടെ വാക്കുകൾ ദീപ്തിയിൽ കോപം നിറച്ചു. അവൾ പുച്ഛത്തോടെ ചിരിച്ചു. ഓഹോ, അപ്പോൾ നിങ്ങളാണല്ലേ ചേച്ചിയുടെ ചെവിയിൽ ഇതൊക്കെ എത്തിച്ചത്? ഞാൻ നിങ്ങളെന്ന് കാണാനിരിക്കുമായിരുന്നു. അല്ല, നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ? എന്നെ ഉപദേശിക്കാൻ നിങ്ങളാരാ? എനിക്ക് എന്ത് ചെയ്യണമെന്നൊക്കെ നന്നായിട്ടറിയാം. വരുണിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, വരുൺ എന്നെയും. ഞങ്ങളുടെ ഇടയിലേക്ക് ആരും കയറി വരുന്നതൊന്നും എനിക്കിഷ്ടമല്ല. വെറുതെ എൻ്റെ ജീവിതത്തിൽ തലയിടാൻ വരണ്ട. ദീപ്തിയുടെ പ്രതികരണം കണ്ടുകൊണ്ട് തന്നെ വിശ്വം ഇടപെട്ടു. ദീപ്തി, നീ വേദയുടെ അനുജത്തിയാണ്. ആ ഒരു ഇഷ്ടം കൊണ്ടാണ് ഞങ്ങൾ നിന്നോട് ഈ പറയുന്നത്. നിനക്ക് നാളെ ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ അത് വേദക്ക് സഹിക്കാനാവില്ല. അത് ഞങ്ങളെയും വേദനിപ്പിക്കും. വരുൺ വാസവന്റെ മകനാണ്. അവൻ എത്ര വലിയ ഫ്രോഡാണെന്ന് നിനക്കറിയില്ല. എത്ര പെൺകുട്ടികളുടെ ജീവിതമാണ് അവൻ നശിപ്പിച്ചതെന്ന് നിനക്കറിയാമോ? വിശ്വത്തിന്റെ വാക്കുകൾ ദീപ്തിയെ തെല്ലും സ്വാധീനിച്ചിരുന്നില്ല. മറിച്ച് അവളുടെ ദേഷ്യം ആളിക്കത്തി. എനിക്കെല്ലാം അറിയാം, ദീപ്തി തറപ്പിച്ചു പറഞ്ഞു. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അവനുമായി കൂട്ടുകൂടിയത്. പഴയ വരുണല്ല അവനിപ്പോ. അവൻ മാറിയിട്ടുണ്ട്. നിങ്ങൾ കരുതുന്നത് പോലെ അവൻ അത്ര മോശക്കാരനൊന്നുമല്ല. ശ്രീജ വീണ്ടും പറഞ്ഞു. മോളെ, ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. ഇത്തവണ ദീപ്തി പൊട്ടിത്തെറിച്ചു. ദേ, കൂടുതൽ എന്നെ ഉപദേശിക്കാനൊന്നും വരണ്ട. നിങ്ങളുടെ ഈ ഉപദേശം ആദ്യം നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് കൊടുക്ക്. സ്വന്തം അനുജൻ വിക്രമിനെ നന്നാക്കാൻ പറ്റാത്തവരാണോ എന്നെ നന്നാക്കാൻ നടക്കുന്നത്? ഗുണ്ടാപ്പണിയും തല്ലുമായി നടക്കുന്നവനല്ലേ അവൻ. നിങ്ങളുടെ അനുജൻ ആദ്യം സ്വന്തം കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്ക്. എന്നിട്ട് മതി നാട്ടുകാരുടെ കാര്യം നോക്കുന്നത്. അത്രയും പറഞ്ഞ് ദീപ്തി ദേഷ്യത്തോടെ അവിടെ നിന്നും നടന്നു നീങ്ങി. ശ്രീജയും വിശ്വനും ആകെ അപമാനിതരായി നിന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ കുറച്ചുനേരം അവിടെ തന്നെ നിന്നു. ഉപദേശം കൊണ്ട് ദീപ്തിയെ മാറ്റാൻ കഴിയില്ലെന്ന് അവർക്ക് മനസ്സിലായി. ഇനി വേദ തന്നെ ഇതിനൊരു പരിഹാരം കാണട്ടെ എന്ന് അവരും തീരുമാനിച്ചു. വീട്ടിലെത്തിയ ശ്രീജ ദീപ്തിയോടായി നടന്ന സംഭാഷണങ്ങളെല്ലാം തന്നെ വേദയോട് വിശദീകരിച്ചു. ദീപ്തിയിലെ മാറ്റങ്ങളും അവൾ പറഞ്ഞ വാക്കുകളും വേദയെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. തൻ്റെ അനിയത്തി കൈവിട്ടു പോവുകയാണോ എന്ന ഭയം വേദയെ ചൊടിപ്പിച്ചു. ശ്രീജ പറഞ്ഞു. വേദേ, നീ ഇനി അവളോട് സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. അവൾ വരുണിൽ അത്രത്തോളം ആകൃഷ്ടയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു വഴിയുള്ളൂ. നീ ആ വരുണിനെ നേരിട്ട് പോയി കാണ്. അവനോട് പോയി സംസാരിച്ചു നോക്ക്. ചിലപ്പോൾ അവൻ വിചാരിച്ച അവളെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പറ്റിയേക്കും. വേദ സംശയത്തോടെ ചോദിച്ചു. അവൻ അതിന് തയ്യാറാവോ ശ്രീജയെടുത്തി? അവന് നമ്മളോട് പകയില്ലേ? ദീപ്തിയെ വെച്ച് നമ്മളെ തകർക്കാനല്ലേ അവൻ നോക്കുന്നത്? എന്നാലും നീ ഒന്ന് ശ്രമിച്ചു നോക്ക് വേദേ. നേരിട്ട് സംസാരിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടായേക്കാം. ശ്രീധ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ മനസ്സോടെയാണെങ്കിലും തൻ്റെ അനുജത്തിയെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോവാൻ തന്നെ വേദ തീരുമാനിച്ചു. വിക്രമിനോട് ഈ കാര്യം പറഞ്ഞാൽ അത് വലിയൊരു സംഘർഷത്തിൽ കലാശിക്കും എന്നറിയാവുന്നതുകൊണ്ട് ആരോടും പറയാതെ വരുണിനെ കാണാൻ വേദ തീരുമാനിച്ചു. ശ്രീജയും വേദയും രഹസ്യമായി സംസാരിക്കുന്നത് നന്ദിനിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. വീട്ടിൽ എപ്പോഴും എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടാക്കാൻ കാത്തിരിക്കുന്ന നന്ദിനിക്ക് അവർ തമ്മിലുള്ള അടക്കം പറച്ചിലിൽ സംശയം ജനിച്ചു. നന്ദിനി ഭർത്താവായ വിനായകനെ അടുത്തെത്തി പറഞ്ഞു. വിനേട്ട, ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ശ്രീജയും വേദയും തമ്മിൽ എന്തോ ഒരു രഹസ്യമുണ്ട്. അവർ എപ്പോഴും കുശുക്കുന്നത് നമ്മൾ അറിയാതെ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്.
വിനായകന് അത് കേട്ടപ്പോൾ തന്നെ ഭയം തോന്നി. താൻ ചെയ്ത പഴയ കള്ളത്തരങ്ങൾ വല്ലതും പുറത്തായോ എന്ന പേടി അയാളെ പിടികൂടി. നീ വെറുതെ ഓരോന്നൊന്നും ആലോചിച്ചു കൂടേണ്ട നന്ദിനി. അവർ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോട്ടെ, നീ അതിൽ തലയിടാനൊന്നും പോവണ്ട. അവസാനം പണി കിട്ടുന്നത് നിനക്ക് തന്നെയായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് വിനായകൻ അവളെ വിലക്കി. എങ്കിലും നന്ദിനിയുടെ സംശയം മാറിയില്ല. വേദയെ എങ്ങനെയെങ്കിലും കൊടുക്കണമെന്ന ചിന്തയോടെ അവൾ അവസരം കാത്തിരുന്നു. കോടതിയിൽ നിന്ന് നേരത്തെ ഇറങ്ങിയ വേദ നേരെ പോയത് വാസവന്റെ വീട്ടിലേക്കാണ്. വരുണിനെ കണ്ട് 2 വർത്താനം പറയണം, തൻ്റെ അനുജത്തിയെ വിട്ടുതരണമെന്ന് ആവശ്യപ്പെടണം. ഇതായിരുന്നു അവളുടെ ലക്ഷ്യം. വാസവന്റെ വീടിന്റെ ഗേറ്റ് കടന്ന് വേദ ചെല്ലുമ്പോൾ അവിടെ വാതിൽ തുറന്ന് വരുണിന്റെ രണ്ടാനമ്മയുണ്ടായിരുന്നു. വാസവന്റെ ഭാര്യയാണെങ്കിലും വളരെ സ്നേഹമുള്ള വരുണിനെ സ്വന്തം മകനെ പോലെ കാണുന്ന ഒരമ്മ. വേദയെ കണ്ടതും അവർക്ക് സന്തോഷമായി. ആഹാ, വേദമോളാണല്ലോ, വാ കേറി വാ, അവർ സ്നേഹത്തോടെ ക്ഷണിച്ചു. എന്താ പതിവില്ലാതെ ഈ വഴിക്ക്? വേദയുടെ മുഖത്തെ ഗൗരവം അവർ ശ്രദ്ധിച്ചു. അതാൻറ്റി, വരുൺ എവിടെയുണ്ടോ? എനിക്ക് അവനെ ഒന്ന് കാണണമല്ലോ, വേദ ചോദിച്ചു. ഉണ്ടല്ലോ, അവൻ അകത്തുണ്ട്. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവർ ആശങ്കയോടെ ചോദിച്ചു. ചെറിയൊരു കാര്യമുണ്ട് ആൻറ്റി, അത് അവനോട് നേരിട്ട് സംസാരിക്കണം, വേദ പറഞ്ഞു. അവർ ഉടനെ തന്നെ അകത്തേക്ക് പോയി വരുണിനെ വിളിച്ചുകൊണ്ട് വന്നു. വരുൺ വേദയെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. വേദ ഇവിടെ വരുമെന്ന് അവൻ ഒരിക്കലും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. വരുണിനെ കണ്ടതും വേദയുടെ നിയന്ത്രണം വിട്ടു. മുഖവരയില്ലാതെ അവൾ കാര്യത്തിലേക്ക് കടന്നു. വരുൺ, ഞാൻ വന്നത് എന്തിനാണെന്ന് നിനക്ക് ഊഹിക്കാമല്ലോ. എൻ്റെ അനുജത്തി ദീപ്തിയുടെ പിന്നാലെ നീ നടക്കുന്നത് എനിക്കറിയാം. എനിക്ക് എൻ്റെ അനുജത്തിയെ വേണം. ഒരു കാരണവശാലും നീ അവളുടെ ജീവിതത്തിൽ നിഴൽ വീഴ്ത്താൻ പാടില്ല. നിനക്ക് എന്നോടോ വിക്രമിനോടോ ആണ് പക എങ്കിൽ അത് ഞങ്ങളോട് തീർക്കണം. അല്ലാതെ പാവമായ എൻ്റെ അനുജത്തിയെ കരുവാക്കല്ലേ നീ കളിക്കേണ്ടത്. വേദയുടെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. ഇത് കേട്ടുനിന്ന വരുണിൻ്റെ അമ്മ ഞെട്ടിപ്പോയി. എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? എൻ്റെ വരുൺ അങ്ങനെ ചെയ്യോ? അവർ ചോദിച്ചു. ആൻറ്റിക്ക് ഇവനെ ശരിക്കും അറിയില്ല. ഇവൻ പഴയ കാര്യങ്ങളൊന്നും മറന്നുവെന്ന് തോന്നുന്നില്ല. ഇവൻ എത്ര പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചവനാണെന്ന് ആൻറ്റിക്ക് അറിയാമല്ലോ. ഇപ്പതേ എൻ്റെ അനുജത്തിയാണ് ഇവൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത്, വേദ വികാരധീരയായി പറഞ്ഞു. ഇത് കേട്ടതും വരുണിൻ്റെ അമ്മക്ക് ശരിക്കും ദേഷ്യം സഹിക്കാനായില്ല. അവർ വരുണിൻ്റെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. സത്യമാണോടാ വേദ പറയുന്നത്? നീ വീണ്ടും ആ പഴയ സ്വഭാവം കാണിച്ചു തുടങ്ങിയോ എന്ന് ചോദിച്ച് അവർ വരുണിൻ്റെ കർണത്ത് ആഞ്ഞടിച്ചു. ചടേ എന്നൊരു ശബ്ദം അവിടെ മുഴങ്ങി. അടിയുടെ ആഘാതത്തിൽ വരുൺ ഒന്ന് പേടിച്ചുപോയി. അവൻ കവിളിൽ കൈവച്ചുകൊണ്ട് തന്നെ തല കുനിച്ച് നിന്നു. ഒന്നും മിണ്ടിയില്ല. പറയടാ, നീ എന്തിനാടാ ആ പെൺകുട്ടിയുടെ ജീവിതം വെച്ച് കളിക്കുന്നത്? നിനക്ക് ഞാൻ പറഞ്ഞു തന്നതൊന്നും മനസ്സിലായില്ലേ? അമ്മ വീണ്ടും ദേഷ്യപ്പെട്ടു. അവർക്ക് വരുണിനെ കുറിച്ചോർത്ത് സങ്കടവും ദേഷ്യവും വന്നു. മുൻപ് വരുൺ ചെയ്ത തെറ്റുകൾക്ക് അവർക്കും കുറ്റബോധമുണ്ടായിരുന്നു. അമ്മയുടെ സങ്കടം കണ്ട് വരുൺ മെല്ലെ തല ഉയർത്തി. അവൻ്റെ കണ്ണുകളെല്ലാം നിറഞ്ഞിരുന്നു. അമ്മേ, വേദ ചേച്ചി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, അവൻ ശാന്തമായി പറഞ്ഞു. വേദ പുച്ഛത്തോടെ അവൻ എന്ന് നോക്കി. തെറ്റിദ്ധാരണയോ? നീ അവളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് നടക്കുവല്ലേ? ചേച്ചി, സത്യം അതൊന്നുമല്ല, വരുൺ പറഞ്ഞു തുടങ്ങി. ഞാൻ ദീപ്തിയെ ഇഷ്ടമാണെന്ന് അവളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. സത്യത്തിൽ അവളാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. എന്ത്? ദീപ്തി നിൻ്റെ അടുത്തേക്ക് വന്നെന്നോ? വേദക്കത് വിശ്വസിക്കാൻ പോലും ആയില്ല. അതെ, വരുൺ തുടർന്നു. ചേച്ചിക്കറിയാമോന്നറിയില്ല, ഞാൻ ആത്മഹത്യയുടെ വക്കീലായിരുന്നു. ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ചോർത്ത് ജീവിക്കാൻ യോഗ്യനല്ലെന്ന് തോന്നി മരിക്കാൻ തീരുമാനിച്ചതായിരുന്നു ഞാൻ. ഹോസ്പിറ്റലിൽ വെച്ച് മരണത്തോട് മല്ലടിക്കുമ്പോൾ എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വിളിച്ചു വന്നത് ദീപ്തിയാണ്. എനിക്ക് ജീവിക്കാൻ ഒരു മോഹവും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവൾ തന്ന ധൈര്യമാണ് എന്നെ ഇപ്പോൾ ഞാൻ കാണുന്ന ഈ ഞാനാക്കിയത്. വരുണിൻ്റെ വാക്കുകളിൽ സത്യസന്ധത നിറഞ്ഞിരുന്നു. ആ പഴയ വരുൺ മരിച്ചു കഴിഞ്ഞു ചേച്ചി. ഞാൻ ആ പെൺകുട്ടിയെ ദ്രോഹിച്ചതിന് അവളോട് എനിക്ക് മാപ്പ് പറയണം. മരിക്കുന്നതിന് മുൻപ് എനിക്ക് അവളോട് മാപ്പ് ചോദിച്ചാലേ സമാധാനം കിട്ടൂ. അത്രത്തോളം കുറ്റബോധം എനിക്കുണ്ട്. എന്നെ മാറ്റിയെടുത്തത് ദീപ്തിയാണ്. അവൾക്ക് എന്നോട് സ്നേഹം തോന്നി. എനിക്ക് അവളോട് വലിയ കടപ്പാടും ബഹുമാനവുമുണ്ട്. അല്ലാതെ നിങ്ങളോട് പ്രതികാരം ചെയ്യാനൊന്നും ഞാൻ അവളെ ഉപയോഗിക്കുന്നില്ല, എന്നെ വിശ്വസിക്കണം. വരുണിൻ്റെ കണ്ണുനീർ കണ്ട് ആ വീടങ്ങ് നിശബ്ദമായി. അവൻ പറഞ്ഞ ഓരോ വാക്കും ഹൃദയത്തിൽ തറക്കുന്നതായിരുന്നു. വരുണിൻ്റെ മാറ്റം വെറും അഭിനയമല്ലെന്ന് വേദക്കും തോന്നിത്തുടങ്ങി. അവൻ്റെ കണ്ണുകളിലെ പശ്ചാത്താപം യഥാർത്ഥമായിരുന്നു. മകൻ്റെ വാക്കുകൾ കേട്ട് അവനെ തല്ലിയ അമ്മയുടെ മനസ്സുപോലും വേദനിച്ചു. അവർ ഓടിച്ചെന്ന് വരുണിനെ കെട്ടിപ്പിടിച്ചു. എന്നോട് ക്ഷമിക്കടാ മോനെ, ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു പോയി. എൻ്റെ ഈ കൈ കൊണ്ടാണല്ലോ നിന്നെ ഞാൻ തല്ലിയത് എന്നൊക്കെ പറഞ്ഞ് അവർ കരയാൻ തുടങ്ങി. വരുൺ അവരെ ആശ്വസിപ്പിച്ചു. സാരമില്ലമ്മേ, അമ്മയുടെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവും. ഈ രംഗം കണ്ടു നിന്ന വേദയുടെ മനസ്സ് മാറി. വരുൺ പഴയ വരുണല്ല എന്നും അവൻ യഥാർത്ഥത്തിൽ മാറിയെന്നും അവൾക്ക് ബോധ്യപ്പെട്ടു. ദീപ്തിയുടെ സ്നേഹം അവനെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റിയിരിക്കുന്നു. തൻ്റെ അനുജത്തിയുടെ തിരഞ്ഞെടുപ്പ് തെറ്റായിരുന്നില്ലേ എന്നൊരു സംശയം വേദയുടെ ഉള്ളിൽ മിന്നിമാഞ്ഞു. പ്രതികാരം എന്ന ലക്ഷ്യത്തോടെയല്ല, മറിച്ച് പശ്ചാത്താപത്തിൻ്റെ വഴിയിലൂടെയാണ് വഴി സഞ്ചരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ വേദ ഒരു പുതിയ ചിന്തയുമായാണ് അവിടെ നിന്നും ഇറങ്ങിയത്. ചിലപ്പോൾ ദീപ്തിയുടെ സ്നേഹം വരുണിനെ മാത്രമല്ല, ആ
ആ കുടുംബത്തെ മുഴുവൻ മാറ്റിമറിച്ചേക്കാമെന്നൊക്കെ വേദ ചിന്തിച്ചു. അങ്ങനെ വേദയുടെ മനസ്സിലെ കരുനിഴൽ മാറി. അവർ പ്രതീക്ഷയുടെ ചെറിയൊരു വെളിച്ചം വീശി തുടങ്ങി. വരും ദിവസങ്ങളിൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്ന ആകാംക്ഷയോടുകൂടെ തന്നെ വേദ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.